ഹലോ ടാരോ ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും കുറേ കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്വഭാവത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കൊഞ്ചുക അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. വളരെ സന്തോഷമായിട്ട് ആ വ്യക്തി നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റി വെച്ചിട്ട് ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ആ ഒരു സ്വഭാവം തുറന്ന് കാണിക്കാനായിട്ട് മടി ഉള്ളതായിട്ട് ഈ വ്യക്തിക്ക് ഇവിടെ അത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലാത്ത രീതിയിലാണ് കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ ഒരിടത്ത് നിങ്ങൾ കാണിക്കാറില്ല. അതായത് പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ അടുത്ത് എങ്ങാനും ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയാലോ എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് ഇവരുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നിങ്ങളെ ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാർഡ്സ് കാണിക്കുന്നില്ല. അതായത് അങ്ങനെയുള്ളൊരു പേഴ്സണേ അല്ല. ചില സമയമൊക്കെ നിങ്ങൾക്ക് ഒന്നും തുറന്നു പറയാനായിട്ട് ആരുമില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് നിങ്ങളൊന്നും തുറന്നു പറയാതെ പിടിച്ചു വയ്ക്കുന്നതും ഈ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടമുണ്ട്, പക്ഷേ ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ ഈ വ്യക്തിക്ക് അങ്ങനെയല്ല. ഈ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ എല്ലാം തുറന്ന് സംസാരിക്കണം. നിങ്ങളെ കേൾക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറാണ്. നിങ്ങളുടെ പാസ്റ്റ് കേൾക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ വ്യക്തി കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഒരു കുട്ടിയെ നോക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ നോക്കാനായിട്ട് തയ്യാറാവുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒപ്പം ഇരിക്കുമ്പോൾ, നിങ്ങൾ മാത്രം ഇരിക്കുമ്പോഴും ഈ വ്യക്തിക്ക് അത് തന്നെ ധാരാളമാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ലവ് പ്രകടിപ്പിക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇച്ചിരി ബാക്കായിരിക്കാം, അതിൽ അത്ര ഇതുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഈ വ്യക്തിക്ക് അതെല്ലാം മനസ്സിലാകും. ഈ വ്യക്തിക്ക് എന്ന് നിങ്ങൾ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നുള്ളത് മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏക റൈറ്റ് പേഴ്സൺ നിങ്ങൾ മാത്രമാണ്. അതായത് ഈ വ്യക്തിയെ വേദനിപ്പിക്കാതെ ഒക്കെ ഇത്രയും കാലവും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾ വളരെയധികം വിശ്വാസമുണ്ട്. ഒരിക്കലും നിങ്ങൾ ചതിക്കില്ല എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്ക് വളരെ ഉണ്ട്. അത് വളരെ ഉറപ്പുള്ളതുമാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഓരോ സക്സസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാരണമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളാണെങ്കിൽ പരമാവധി പറ്റാവുന്ന രീതിയിൽ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വെറുപ്പിക്കാത്ത രീതിയിൽ, അതായത് അത്രയ്ക്ക് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെ പെരുമാറുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് അങ്ങനെയല്ല. നിങ്ങൾ ഈ വ്യക്തിയോട് കൂടുതലും സംസാരിക്കണം. ഈ വ്യക്തിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ ഈ വ്യക്തി കാണാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചുറ്റിനും വാൾസൊക്കെ ഇങ്ങനെ കെട്ടിപ്പണത് വെക്കുന്നത് പോലെ അങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് ഈ വ്യക്തിയുടെ അടുത്ത് നിൽക്കേണ്ടതില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വിഷമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ആരുമില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ വ്യക്തി ചോദിക്കുന്നത് ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ ഉള്ളത്, എന്നോട് പറയൂ എന്നാണ് ഈ വ്യക്തി ഇവിടെ ആവശ്യപ്പെടുന്നത്. എന്നോട് എല്ലാ കാര്യങ്ങളും പറയൂ, ഞാൻ നിൻ്റെയോടൊപ്പം എപ്പോഴും ഉണ്ടാവും, നിന്നെ വിട്ട് പോകില്ല എന്നാണ് ഈ വ്യക്തി ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ സക്സസ് എന്ന് പറയാനായിട്ട് ഈ വ്യക്തി ഒരുപാട് പരിശ്രമിച്ച് കിട്ടിയ ജോലിയൊക്കെ ആയിരിക്കാം, വളരെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലിയായിരിക്കാം വ്യക്തിക്കുള്ളത്. പക്ഷെ അത് ആഗ്രഹിക്കാനും അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾ തന്നെയാണ് കാരണം.
ഈ വ്യക്തിക്ക് ആ ഒരു എൻകറേജ്മെൻറ്റ്, ആ ഒരു മോട്ടിവേഷൻ നിങ്ങളിൽ നിന്നുമാണ് കിട്ടിയിട്ടുള്ളത്. എന്ത് കാര്യത്തിനായിക്കോട്ടെ, ഈ വ്യക്തിക്ക് വേണ്ടിയല്ല ഈ വ്യക്തി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊരിക്കലും പറയരുത്. തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ചെറിയൊരു പുഞ്ചിരിയോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ വ്യക്തി കേൾക്കാൻ തയ്യാറാണ്. അത് ജഡ്ജ് ചെയ്യുന്ന പുഞ്ചിരിയല്ല, പകരം കെയറിങ് ചെയ്യുന്ന ലവ് ഉള്ള ഒരു പുഞ്ചിരി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും എൻ്റെ അടുത്ത് വന്നിട്ട് നീ മുഖം തിരിച്ചിരിക്കണ്ട, എന്നോട് സംസാരിക്കൂ, എന്നോട് എന്താ പ്രശ്നമെന്നുള്ളത് പറയൂ, നിൻ്റെ ഇന്നർ ചൈൽഡിനെ എന്നെ കാണാൻ അനുവദിക്കൂ, എന്നെ കെയർ ചെയ്യാനായിട്ട് അനുവദിക്കൂ, എന്നെ ലവ് ചെയ്യാനായിട്ട് അനുവദിക്കൂ, നീ അടച്ചുപൂട്ടിയിരിക്കല്ലേ എന്നാണ് ഈ വ്യക്തി ഇവിടെ പറയുന്നത്. അതായത് ഈ വ്യക്തി ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ കൂടെ ഉള്ളത് തന്നെയാണ്, കൂടെ കൈപിടിച്ച് എൻ്റെ കൂടെ നീ ഉള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് തന്നെയാണ് ഈ വ്യക്തി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ് ഈ വ്യക്തിക്ക്. ഒരിക്കലും ആ വിശ്വാസം തകർക്കുന്ന രീതിയിൽ ഒന്നും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്കൊന്നും പറയാനില്ല, ആരുമില്ല, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്ത് നിൽക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാഴ്ച പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തോ ഒരു വളരെ നല്ലൊരു കാര്യം വരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ അത് വളരെ നല്ലൊരു മികച്ച രീതിയിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ട്രിക്റ്റ് പാരൻസ് അങ്ങനത്തെയൊക്കെ രീതിയിലുള്ളതൊക്കെ ആയിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ വ്യക്തി നിങ്ങളെ മോചിപ്പിക്കാൻ പോകുന്നു, അങ്ങനെയും ഇവിടെ കാഴ്ച പറയുന്നുണ്ട്. പല രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുവരേക്കും നേരിട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പഠിക്കുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം, വളരെയധികം മോശമായ രീതിയിലൊക്കെ വളരെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. അതൊക്കെ ഈ വ്യക്തിയോട് തുറന്നു പറയൂ എന്നാണ് ഈ വ്യക്തി ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രോമിസാണ് ഇവിടെ തരുന്നത്. നിങ്ങളുടെ സെൽഫ് ലവ് ഏൺ ചെയ്യാനായിട്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ഈ വ്യക്തി തന്നെ വർദ്ധിപ്പിച്ചു തരും. ഈ വ്യക്തിയുമായിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം വളരെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാഴ്ച പറയുന്നത്. ഒരിക്കലും അത് നിങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ, ഈ വ്യക്തിയെ ഞാൻ ചൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ബെസ്റ്റ് ഡിസിഷൻ തന്നെയായിട്ടാണ് ഇവിടെ കാർഡ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്ര ജഡ്ജ്മെൻറ്റൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ വെറും ഒരു ആൾക്കാർ പറഞ്ഞു നടക്കുന്ന ഒരു ഇത് മാത്രമാണ്. നിങ്ങളതിലൊന്നും ചെവി കൊടുക്കേണ്ടതില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതറിയാം ഓൾറെഡി. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ, അതായത് നിങ്ങളുടെ അമ്മ മനസ്സിലാക്കിയിരിക്കുന്നതിലെ കൂടുതൽ ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ വിട്ട് കളയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, പിന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വ്യക്തി തന്നെ അത് കട്ട് ഓഫ് ചെയ്ത് വിടുന്നതാണ്. ഓക്കെ, അത് ഈ വ്യക്തി ഇതായി പോകില്ല, നിങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ട് കളയുക. ഓക്കെ, അത് മാനിഫെസ്റ്റേഷൻ ആക്കി എടുക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് നല്ലതായിട്ട് തന്നെ ഭവിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.